ഇന്നത്തെ ടോപ്പിക്ക് പ്രമേഹ രോഗം എങ്ങനെ ഭക്ഷണത്തിലൂടെ നിയന്ത്രിച്ച് നിർത്താമെന്നുള്ളത്. ലോകത്തെ പ്രമേഹ രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഇത് ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാനൊക്കാത്ത ഒരു രോഗമാണെങ്കിലും ഫലപ്രദമായി ഇതിനെ നല്ലവണ്ണം നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ആഹാര ക്രമീകരണം തന്നെയാണ് ഇതിൻ്റെ പ്രധാന ഭാഗം. ചിട്ടയായ ഭക്ഷണക്രമം, ആരോഗ്യകരമായ ആഹാരരീതി, കൃത്യമായ വ്യായാമം, മാനസികാരോഗ്യം ഇവയെല്ലാം പ്രമേഹ രോഗനിയന്ത്രണത്തിന് അത്യാവശ്യമാണ്. ഇനി പ്രമേഹ പാരമ്പര്യമുള്ളവർ ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തണം എന്നുള്ളതാണ്. ഭക്ഷണം ഒരു നേരം, വലിയ ക്വാണ്ടിറ്റി ഫുഡ് 3 നേരം കഴിക്കാതെ ചെറിയ അളവിൽ ഒരു 5 തൊട്ട് 6 നേരമായി ഇടവേളകളിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ഇത് ബ്ലഡ് ഷുഗർ ലെവൽ ക്രമാതീതമായി വർദ്ധിക്കാതെയും തീരെ താഴ്ന്നു പോകാതിരിക്കാനും സഹായിക്കും. ഇനി ഭക്ഷണത്തിൻ്റെ അളവ്, ഗ്ലൈസീമിക് ഇൻഡെക്സ്, ഭക്ഷണത്തിൻ്റെ പോഷകഗുണം, ആഹാരം പാചകം ചെയ്യുന്ന രീതി ഇവയെല്ലാം ഈ ബ്ലഡ് ഷുഗർ ലെവലിനെ അഫക്റ്റ് ചെയ്യും. ഇനി ഓരോരുത്തർക്കും വേണ്ടുന്ന ആഹാരക്രമം വ്യത്യസ്തമാണ്. ഇവരുടെ ശരീരത്തിൻ്റെ ബോഡി വെയ്റ്റ്, പ്രായം, അവർ ചെയ്യുന്ന ആക്ടിവിറ്റി അല്ലെ ജോലി എന്താണ്, അവർ കഴിക്കുന്ന മരുന്നുകൾ, ഇൻസുലിൻ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും വേണ്ടുന്ന ഭക്ഷണക്രമം തീരുമാനിക്കുന്നത്. ഇനി ഭക്ഷണത്തിൻ്റെ മോഡിഫിക്കേഷൻ എങ്ങനെയൊക്കെ വേണമെന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ നില, അന്നജത്തിൻ്റെ അളവ് കുറച്ച് വെക്കുക എന്നുള്ളത്. സംസ്കരിച്ചെടുത്ത ധാന്യങ്ങൾക്ക് പകരം, തവിട് നീക്കിയിട്ടുള്ള ധാന്യങ്ങൾക്ക് പകരം തവിടോടുകൂടിയുള്ള ധാന്യങ്ങൾ ഉൾപ്പെടുത്തുക. മുഴുവനെയുള്ള ഗോതമ്പ് അല്ലെങ്കിൽ തൊലി കളയാത്ത അരി, മില്ലറ്റുകൾ ഇവയൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ ഗുണപ്രദമാണ്. ഇപ്പം മില്ലറ്റുകളെല്ലാം അവൈലബിളാണ്. ചാമ, തിന, ക്യുനോവ എന്ന് പറഞ്ഞാൽ ഒത്തിരി 11 തരത്തിലുള്ള മില്ലറ്റുകൾ ലഭ്യമാണ്. ഇത് പ്രമേഹ രോഗികളുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. ഇനി ഇവർക്കുള്ള പ്രോട്ടീനുകളുടെ ആവശ്യകതയാണ്. ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് കൂടുതൽ പ്രോട്ടീൻ ആവശ്യമാണ്. പ്രോട്ടീനുകൾ ലഭ്യമാക്കാൻ ഏതൊക്കെ കഴിക്കണം? ഇനി മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പുഴുങ്ങിയ പയറുവർഗ്ഗങ്ങൾ ഇവ ഉൾപ്പെടുത്തുക വഴി ഇവർക്ക് ആവശ്യത്തിലുള്ള പ്രോട്ടീൻ ലഭ്യമാകാൻ സഹായിക്കും. അതുകൂടാതെ മത്സ്യം, മുട്ടവെള്ള, ചിക്കൻ, തൊലി കളഞ്ഞിട്ടുള്ള ചിക്കൻ ഇവയൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ദിവസം 2 മുട്ടവെള്ള കഴിക്കുന്നത് ഗുണപ്രദമാണ്. അതിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തുവാണെങ്കിൽ വളരെ നല്ലത്. ഇനി പച്ചക്കറികളുടെ അളവ് എങ്ങനെയാകണം എന്നുള്ളത്. 3 നേരം, ദിവസം 3 നേരം പച്ചക്കറികൾ ഉൾപ്പെടുത്തണം. എല്ലാ ദിവസവും ഇലക്കറികൾ ഉൾപ്പെടുത്തുന്നത് വളരെ ഗുണപ്രദമാണ്. ഇനി കിഴങ്ങുവർഗ്ഗങ്ങൾ, മരച്ചീനി, ചേമ്പ്, കാച്ചില് പോലെയുള്ള കിഴങ്ങുവർഗ്ഗങ്ങൾ ഇത് ഉൾപ്പെടുത്തുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. കാരണം ഇത് അന്നജത്തിൻ്റെ അളവ് കൂടുതലാണ്. ഇത് ഡയബറ്റിക് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബ്ലഡ് ഷുഗർ കൂട്ടുന്നതാണ്. പച്ചക്കറികളുടെ നില ദിവസമുള്ള ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി നമുക്ക് വേണ്ടുന്ന ഫൈബർ, നാരുകൾ ശരീരത്തിൽ എത്തുകയും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ദിവസം 2 പച്ചക്കറി സാലഡെങ്കിലും നിർബന്ധമായി ഉൾപ്പെടുത്തുക. ഇനി സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടുതലുള്ള, കൊഴുപ്പ് കൂടുതലുള്ള ബീഫ്, റെഡ് മീറ്റുകളായിട്ടുള്ള ബീഫ്, മട്ടൺ, പോർക്ക് ഇതിന് പകരം വേണം മത്സ്യം, മുട്ടവെള്ള, ചിക്കൻ ഇവ ഉൾപ്പെടുത്തേണ്ടത്. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള പഴവർഗ്ഗങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. കുറവുള്ള പഴവർഗ്ഗങ്ങളാണ് ആപ്പിൾ, പേരയ്ക്ക, പപ്പായ, അധികം പഴുക്കാത്ത പപ്പായ, നാരങ്ങ വർഗ്ഗങ്ങൾ, കിവി, പ്ലംസ് ഇതെല്ലാം ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷേ ഇതിനും അളവ് നിയന്ത്രിക്കണം. ഒരു ദിവസം 1 പഴം എന്നുള്ള ക്രമത്തിൽ അല്ലെങ്കിൽ 100 ഗ്രാം എന്നുള്ള ക്രമത്തിൽ അധികം പഴുക്കാത്തത് തന്നെ ആയിരിക്കണം. എണ്ണ, തേങ്ങ, ഉപ്പ് എന്നിവ മിതമായി വേണം എന്നുള്ളത്. ഏത് എണ്ണ ഉപയോഗിക്കുന്നതിനേക്കാൾ പ്രധാനം എത്ര അളവ് എണ്ണ ഉപയോഗിച്ചു എന്നുള്ളതാണ്. എണ്ണ വീണ്ടും വീണ്ടും തിളപ്പിച്ച് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ എന്നിവ കഴിവതും തീരെ കുറച്ച് വെക്കാൻ ശ്രമിക്കണം. ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ് പോലെയുള്ള ഒമേഗ 3 അടങ്ങിയ ആഹാര സാധനങ്ങൾ ഉൾപ്പെടുത്തുന്നത് പ്രമേഹ രോഗിക്ക് ഏറ്റവും ഗുണപ്രദമാണ്. ഫ്ലാക്സ് സീഡ് പൊടിച്ച് വെജിറ്റബിൾ സാലഡിലോ അല്ലെ ഭക്ഷണത്തിലോ ഉൾപ്പെടുത്താവുന്നതാണ്. ഭക്ഷണ ക്രമീകരണം പോലെ തന്നെയാണ് വ്യായാമം പ്രധാനമാണ്. ദിവസം 30 മിനിറ്റെങ്കിലും വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കണം. നടത്തം, യോഗ, മെഡിറ്റേഷൻ അല്ലെങ്കിൽ സൈക്ലിംഗ് ഏത് തരത്തിലെ വ്യായാമം വേണമെങ്കിലും ആകാവുന്നതാണ്. ദിവസവും ചിട്ടയായ ഉറക്കം, ഒരു മിനിമം 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക.
മാനസികാരോഗ്യം പ്രധാനമാണ്. മാനസിക ടെൻഷൻ കൂടുതലുണ്ടെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ കൂടാം. അതുകൊണ്ട് ടെൻഷൻ കുറയ്ക്കാൻ യോഗ, മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസുകൾ എന്നിവ സ്വീകരിക്കാം.